ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 7 വാക്യം. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. ലൂക്കോസ് സുവിശേഷം 21 അധ്യായം നിങ്ങൾ അടയാളപ്പെടുത്തണം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഒന്ന് മനസ്സിരുത്തി ഈ ഭാഗങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ മാറ്റം വരുത്തും. ദൈവത്തിൻ്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല, എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് രൂപാന്തരം നൽകും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം വരുത്തുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഈ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾക്കകത്ത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് 21 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. യേശുവിൻ്റെ വരവിനെ കുറിച്ചും ആ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും യേശു കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചതാണ് 7 വാക്യം. അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണം എന്താണ്? പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച മുഴുവൻ പ്രവചനങ്ങളും ക്രിസ്തുവിൻ്റെ ജനനത്താൽ പൂർത്തീകരിക്കപ്പെട്ടു. യേശു എവിടെ ജനിക്കുമെന്നും യേശു എവിടെ വളരുമെന്നും യേശു എവിടെ പ്രവർത്തിക്കുമെന്നും പ്രവാചകന്മാർ മുന്നമേ പ്രവചിച്ചിരുന്നു. നീയോ ബത്ലഹേം എബ്രാത്തേ എന്ന് തുടങ്ങുന്ന മീഖായുടെ പ്രവചനത്തിനകത്ത് ബത്ലഹേമിലായിരിക്കും ദൈവപുത്രനാകുന്ന ക്രിസ്തു ജനിക്കുന്നത് എന്ന് മീഖ വ്യക്തമാക്കി. യെശയ്യാവ് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകങ്ങളിൽ ഉടനീളം പഴയ നിയമത്തിലെ പുതിയ നിയമ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന പ്രവചന ശബ്ദം ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാകുന്ന ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു, അവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്നവൻ. ഈ നിലകളിൽ പ്രവാചകനായ യെശയ്യാവ് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പ്രവചിക്കുവാനിടയായി. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ സവിസ്തരമായി അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പ്രവചിക്കുന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഭാഗങ്ങൾ കർത്താവിൻ്റെ കാൽവറി മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ബത്ലഹേമിൽ ജനിച്ചു. എന്നാൽ ബത്ലഹേമിൽ ജനിച്ച ക്രിസ്തുവിന് ബത്ലഹേമിൽ വളരപ്പെടുവാൻ കഴിയാതെ ഈജിപ്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതും പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതിന് മുൻപ് യേശു കർത്താവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. 12-ാമത്തെ വയസ്സിൽ മതപുരോഹിതന്മാരോട് ആലയത്തിൽ ഇരുന്നു കൊണ്ട് തർക്കിച്ച ക്രിസ്തുവിന്റെ സംവാദം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, സ്വദേശം അവനെ തള്ളിയതും ലോകം അവനെ തള്ളിക്കളഞ്ഞതും എല്ലാവരും അവന് വിരോധമായി പ്രവർത്തിച്ചതുമെല്ലാം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. ആലയത്തിനകത്ത് ചെന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ ചാട്ടമാറുകൊണ്ട് അടിച്ച് പുറത്താക്കിയ ആ സംഭവം വരെ ആലയത്തെക്കുറിച്ചുള്ള അവന്റെ എരിവ് അവനെ തിന്നുകളഞ്ഞു എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. അങ്ങനെ യേശുവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം മുഴുവൻ പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിരുന്നു. എന്നാൽ ഒരു പ്രവചനവും കൂടെ നിറവേറാൻ ബാക്കി നിൽക്കുന്നു. ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവകാലത്ത് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനമുണ്ട്, ദൂതന്മാർ പറഞ്ഞ ആലോചനകളുണ്ട്, ദൈവികമായ സ്വപ്നങ്ങളിലൂടെ, ദൈവികമായ ഇടപെടലുകളിലൂടെ വെളിപ്പെട്ട വെളിപ്പെടുത്തലുകളുണ്ട്. എന്നാൽ അതിൽ ഗൗരവമായി കാണേണ്ട ഒരു പ്രവചനമുണ്ട്. അതാണ്
അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രവചനം താമസം വിന നിവർത്തീകരിക്കപ്പെടുവാൻ പോകുകയാണ്. കാലം അതിന്റെ അവസാനത്തിലേക്കും ലോകം അതിന്റെ അന്ത്യത്തിലേക്കും പോകുന്നു എന്ന് കാലാകാലങ്ങളായി ദൈവത്തിന്റെ അഭിഷിക്തന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും പ്രസംഗിക്കപ്പെടുമ്പോൾ അതൊക്കെ കേവലം ഒരു കേൾവിയായി മാത്രം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ ഇനി തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഇത് കേവലം ഒരു കേൾവി മാത്രമായിരിക്കില്ല, ഇതൊരു കാഴ്ചയാകാൻ പോകുകയാണ്, ഇതൊരു അനുഭവമാകാൻ പോകുകയാണ്. നമ്മുടെ പിതാക്കന്മാർ യേശുവിന്റെ വരവിനെ കുറിച്ചും മേഘപ്രത്യക്ഷതയെ കുറിച്ചും പ്രസംഗിച്ചിരുന്നു. എന്നാൽ അവരുടെ കാലഘട്ടം അന്ത്യകാലമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതൊന്നും അന്ത്യകാലഘട്ടം ആയിരുന്നില്ല. പത്രോസ് പോലും പ്രസംഗിച്ച കാലഘട്ടത്തിൽ പത്രോസ് പോലും വിശ്വസിച്ചത് പത്രോസ് ജീവിച്ചിരിക്കുന്ന കാലം അന്ത്യകാലം എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകളായി അവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പത്രോസ് ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമെന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു. എന്നാൽ അതും അന്ത്യകാലമായിരുന്നില്ല. കാരണം യേശു പറഞ്ഞ തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ താൻ വ്യക്തമാക്കിയ പ്രവചനങ്ങൾ പലതും നിവർത്തീകരിക്കപ്പെടുവാനുണ്ടായിരുന്നു. എന്നാൽ ഈ 2024 അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആകാശത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ ദൈവപുത്രനാകുന്ന ക്രിസ്തു, അവന്റെ വരവ് ഞാനും നീയും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട്. കാരണം എന്താണ് ഇനി അവന്റെ വരവിന് മുൻപായി സാധ്യമാകാനുള്ളത്? ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? ഈ ലോകത്തെ സ്വർഗത്തിലെ ദൈവം ഒരു സ്കൂളിനോടുകൂടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ഈ ലോകത്തെ ദൈവം ഒരു സ്കൂള് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് സ്കൂളിന്റെ പ്രത്യേകത? ഓരോരോ പീരീഡുകളുണ്ട്. 9 മണിക്ക് വന്ന അധ്യാപകനല്ല 10 മണിക്ക് വരുന്നത്. 10 മണിക്ക് വന്ന അധ്യാപകനല്ല 11 മണിക്ക് വരുന്നത്. 9 തൊട്ട് 10 വരെ മാത്സ് ആണെങ്കിൽ 10 തൊട്ട് 11 വരെ മലയാളമാണ്. 11 തൊട്ട് 12 വരെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ മറ്റൊന്നാണ്. അങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ വിഷയമാണ്. ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും ഓരോരോ വിഷയങ്ങൾ നമ്മളെ പാസ് ചെയ്തു പോകുകയാണ്. 2019 നമ്മൾ ചിന്തിക്കാത്ത പഠനമുറിയായിരുന്നു 2020. 2020 നാം ചിന്തിക്കാത്തതായിരുന്നു 2021. 1988 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് ഹല്ലേലൂയ, അല്ലെങ്കിൽ 1940, 48 കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് 2024 സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. കാരണം വർഷങ്ങൾ പിന്നിടും തോറും, കാലങ്ങൾ പിന്നിടും തോറും ഓരോ പീരീഡുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മിണ്ടാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, ഈ ലോകത്തെ ദൈവം ഒരു ക്ലാസ് മുറിയോടുകൂടെ ഉപമിച്ചു വച്ചിരിക്കുമ്പോൾ, ഓരോരോ പീരീഡുകളായി നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ അപ്പനപ്പന്മാരും പിതാക്കന്മാരും കടന്നുപോയ പീരീഡുകളിലൂടെയും അവർ പഠിച്ച പഠനങ്ങളിലൂടെയും അല്ല നാം കടന്നു പോകുന്നത്. കാലഘട്ടത്തെ എടുത്തു നോക്ക്. പണ്ടത്തെ കാലത്ത് പിള്ളേരൊരു സിനിമ കാണാൻ പോകുന്നു എന്നായിരുന്നു സംശയം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ മക്കളുമാര് പോകുന്നുണ്ടോ എന്നായിരുന്നു നോട്ടം. എന്നാൽ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അതാണോ? ഇന്ന് മക്കൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയാൽ പേരൻസ് എന്തുകൊണ്ടാണ് ഭാരപ്പെടുന്നത്?
പണ്ടത്തെ കാലത്ത് പിള്ളേരെ കമ്പ് വെട്ടി അടിച്ചാൽ, ചൂരലിന് തല്ലിയാൽ കരഞ്ഞോണ്ട് നിൽക്കും, പെരയ്ക്കകത്ത് കയറിപ്പോകും, ചിലപ്പം ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെന്ന് വരും. ഇന്നത്തെ പിള്ളേരെ തല്ലിയാൽ അവൻ കയറെടുത്തു തൂങ്ങും, അല്ലെങ്കിൽ വിഷമടിച്ചു തീരും. കാലഘട്ടം ഇങ്ങനെ മാറുകയാണ്, രംഗങ്ങൾ ഇങ്ങനെ മുന്നേറുകയാണ്, ഓരോ പീരീഡുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും ലാസ്റ്റ് പീരീഡിലാണ്. ഈ ലാസ്റ്റ് പീരീഡിലാണെന്ന് സ്കൂളിൽ പോയിട്ടുള്ളവർക്കറിയാം. ഏറ്റവും സന്തോഷമുള്ള പീരീഡ് ഏതാ? കമോൺ, ഏറ്റവും സന്തോഷമുള്ള പീരീഡ് ഏതാ? ലാസ്റ്റ് പീരീഡ് ആണ്. എന്താണ് ലാസ്റ്റ് പീരീഡ് ആഗ്രഹിക്കുന്നത്? ലാസ്റ്റ് പീരീഡ് ആയാൽ വീട്ടിൽ പോകാം, ലാസ്റ്റ് പീരീഡ് ആയാൽ കൂട്ടമണി അടിച്ച് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴംപൊരിയും ചായയും കഴിക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കുള്ള സ്നാക്കുകൾ എനിക്ക് കഴിക്കാം. എനിക്ക് ഫ്രീഡം ഉണ്ടാകും, സ്വാതന്ത്ര്യം ഉണ്ടാകും. അതൊരു വലിയ സന്തോഷമാണ്. അവസാനത്തെ പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു വീടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവിടെ കാത്തിരിക്കുന്ന അപ്പനും അമ്മയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കൃത്യമായി ഞാൻ വീട്ടിൽ ചെല്ലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ കൈയടിക്കാതിരിക്കില്ലെന്നേ. ഇത് ലാസ്റ്റ് പീരീഡ് ആണെന്നേ. അവൻ മിണ്ടാതിരിക്കില്ലെന്നേ. ഇത് ലാസ്റ്റ് പീരീഡ് ആണെന്നേ. ഹല്ലേലൂയ. കാഹള ശബ്ദം കേൾക്കാറായി, കൂട്ടമണി മുഴങ്ങാറായി, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ ഈ ഭൂമിയിൽ രൂപാന്തരപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ മധ്യാകാശത്തിൽ കടന്നു വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അത് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന നാഴിക വരുന്നു. അവസാനത്തെ പീരീഡിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ശ്രദ്ധയ്ക്ക് വീട്ടിൽ പോകാൻ തയ്യാറായിരുന്നോണം. ലാസ്റ്റ് പീരീഡിൽ ഇരിക്കുന്നവൻ ബുക്ക് അടിച്ചു വാരിയിടില്ല. ബുക്കെല്ലാം പെറുക്കി അടുക്കി ബാഗിനകത്ത് കയറ്റി സിബിട്ട് വാട്ടർ ബോട്ടിലും കുടയും എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും. അവനറിയാം മണി മുഴങ്ങുമ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന്. ഇന്ന് പകൽ കാഹളം ധ്വനിച്ചാൽ, കർത്താവ് മടങ്ങി വന്നാൽ, ഈ വർഷത്തിൽ യേശു തിരിച്ചു വന്നാൽ, ഈ പറഞ്ഞ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടാൽ നീ അവനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഉറപ്പ് പ്രാപിക്കാനാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇത് കേവലം വിടുതലും രോഗശാന്തിയും പ്രവചനവും അത്ഭുതവുമായി തീരുന്ന ഒന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പ്രവചിച്ചത് നിന്റെ അകത്ത് ക്രിസ്തു വിശ്വാസം ഉണ്ടാകാനാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കിയത് നിങ്ങളുടെ അകത്ത് ദൈവവിശ്വാസം ഉണ്ടാകുവാനും ആ സൗഖ്യത്തിലൂടെ ദൈവം ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ വചനത്തെ അനുസരിച്ച് അവന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മശക്തി വെളിപ്പെട്ടത്? നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മശക്തി വെളിപ്പെട്ടത് കേവലം കൈയടിപ്പിക്കാനോ കേവലം പാട്ടുപാടിക്കാനോ അല്ല. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്റെ മേളിൽ വന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിനക്കും ഒരു പുനരുത്ഥാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? യേശു വരാറായി. ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഗുരു, മാസ്റ്റർ, അതെപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണം എന്താണ്? യേശു പറഞ്ഞു 8-ാമത്തെ വാക്യത്തിൽ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വരും, അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അതാദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലാതാനും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്,
ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇതെല്ലാറ്റിനും മുൻപേ അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. 25 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. 26 വാക്യം പറയുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിക്കാൻ പോകുന്നെന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. ഇത് ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. മഹാവ്യാധികൾ കാണുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. കാലാവസ്ഥയിലെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ, ഭൂകമ്പവും ക്ഷാമവും രാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യതയും ഒക്കെ കാണുമ്പോൾ നിവർന്ന് നിന്റെ തല ഉയർത്തി പിടിച്ചു നിൽക്കുക. കാരണം ഏതു സമയത്തും ഈ പറഞ്ഞ വാഗ്ദത്തം ചെയ്ത കർത്താവ് മനുഷ്യപുത്രൻ ശക്തിയോടും തേജസ്സോടും മധ്യാകാശത്തിൽ വെളിപ്പെടും. അവ എല്ലാവർക്കും അറിയാൻ കഴിയത്തില്ല. അവന്റെ തൊഴുത്തിലുള്ള ആടുകൾ മാത്രം ആ ശബ്ദത്തെ തിരിച്ചറിയും. അവന്റെ തൊഴുത്തിലുള്ള ആടുകൾ മാത്രം ആ ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മടങ്ങി വരുമ്പോൾ അവന്റെ ജനം അത് മനസ്സിലാക്കും. 8ാമത്തെ വാക്യം, അതിന്റെ അർത്ഥം എന്താ? സത്യത്തിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നും വലിയ പിന്മാറ്റങ്ങൾ മനുഷ്യനിൽ സംഭവിക്കും. 9ാമത്തെ വാക്യത്തിന്റെ പൂർണ്ണത എന്താ? രാജ്യങ്ങൾ തമ്മിൽ അനൈക്യതകൾ ഉണ്ടാകും. വലിയ സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും അതിന്റെ ശക്തിയോടെ സംഭവിക്കും. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്റെ ഭാഷ പറഞ്ഞാൽ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. സ്തോത്രം. ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കും. ഇന്നത്തെ സകല കലാപങ്ങളും സകല പ്രശ്നങ്ങളും മതത്തിന്റെയും ജാതിയുടെയും പേരിലല്ലേ? സകല കുലകളും നടക്കുന്നത് ജാതിയുടെ പേരിലല്ലേ? ഇന്നത്തെ മുഴുവൻ സംഭവങ്ങളും മുഴുവൻ കാര്യങ്ങളും എടുത്ത് പഠിച്ചാൽ കംപ്ലീറ്റും ഇതിന്റെ പിറകിൽ ചലിക്കുന്നത് റിലീജിയനാണ്, മതമാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടല്ല. യേശു ഈ ഭൂമിയിൽ വന്ന് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗ വർണ്ണ വ്യത്യാസമില്ല. പൗലോസ് പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചാൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ നിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരും. താങ്ക് യു ലോർഡ് ജീസസ്. സത്യത്തിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നുമുള്ള പിന്മാറ്റമാണ് ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് നടക്കുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം രാജ്യങ്ങളുടെ അനൈക്യതയാണ്. മൂന്നാമത്തെ വിഷയം ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കലാപങ്ങളാണ്. നാലാമത്തെ വിഷയം ആഗോളമായ സാമ്പത്തികമായ പ്രതിസന്ധിയും മഹാരോഗങ്ങളും. തന്റെ പ്രവാചകന്മാർക്ക്, തന്റെ ദാസന്മാർക്ക് അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. വലിയ പ്രതിസന്ധികൾ ലോകത്തിൽ ഉണ്ടാകുന്നു. ആഗോളമായ ക്രൈസ്തവ പീഡനമാണ് 12ാമത്തെ വാക്യം. ഇതെല്ലാറ്റിനും മുൻപേ അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു. കേരളത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് എന്തറിയാം?
2023 എന്ന വർഷത്തിൽ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ ഞങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, അതിശക്തമേറിയ ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് വർദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് അതിവേഗം സംഭവിക്കാൻ പോവുകയാണ്. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവമനുഷ്യന്മാർ, ഈ ഭൂമിയിൽ ഉപദ്രവമേറ്റ ദൈവമനുഷ്യന്മാർ, നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഗ്രഹാം സ്റ്റെയിൻസും തന്റെ മകനായ തിമോത്തിയും ഫിലിപ്പും ഉൾപ്പെടെയുള്ളവർ തേജസ്സിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ദിനമുണ്ട്. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഒഡീഷയുടെ മണ്ണിൽ നീറിയിടുങ്ങിയ വണ്ടിക്കകത്ത് ജീപ്പിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ ഫിലിപ്പും തിമോത്തിയും ഗ്രഹാം സ്റ്റെയിൻസും കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ദേശം കാണുക, രാജ്യം കാണുക, ജ്യോതിസുകളായി എഴുന്നേറ്റ് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? പീഡനങ്ങൾ കൊണ്ടോ, വെല്ലുവിളികൾ കൊണ്ടോ, ആപത്തുകൾ കൊണ്ടോ, ഭീഷണികൾ കൊണ്ടോ ഇത് അവസാനിക്കുന്നതല്ല. ഇവിടെ ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ അവന്റെ ചോരയിൽ നിന്ന് ലക്ഷക്കണക്കിന് സുവിശേഷകർ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഇത് തളരുന്നതല്ല, ഇത് വളരുന്നതാണ്. ഇത് തകർക്കപ്പെടുന്നതല്ല, ഇത് പണിയപ്പെടുന്നതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമേറിയ ആഗോളമായ ക്രൈസ്തവ പീഡനങ്ങൾ യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഈ വാക്യം ഈ വർഷത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് അടിവരയിട്ട് വെച്ചേക്കണം. 2024 ഞാൻ പറയുന്ന ഈ വാക്യം കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഒരു സ്വസ്ഥതയുമില്ലാത്ത കാലഘട്ടം മുമ്പിൽ വന്നില്ലേ? അതിന്റെ മധ്യയിൽ ദൈവം നമ്മളെ പുലർത്തിയില്ലേ? ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭക്തൻ തന്റെ തൂലികയെടുത്ത് ആത്മാവിൽ എഴുതി, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ, രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ. ഒരുങ്ങിയിടാം, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ, ഒരുങ്ങിയിടാം. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ഭയത്തോടെ അല്ലേ? പെൺപിള്ളാരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ആ കൊച്ചിനെ ഇന്ന് സ്കൂളിൽ വിടുന്നത് വളരെ ഭയത്തോടെയല്ലേ? 4 മണിക്ക് വരേണ്ട കുട്ടി അരമണിക്കൂർ വൈകിയാൽ വളരെയധികം ഒരു ടെൻഷൻ ഇല്ലേ? എല്ലാത്തിലും മനുഷ്യന് നിരാശയില്ലേ? ഒരു വല്ലാത്ത കാലമല്ലേ? അല്ലേ? ശ്രദ്ധിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിക്കാൻ പോകുന്നെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരാകും. മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലം വരും. അവന്റെ സാങ്കേതിക മികവും കഴിവും ഒന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത കാലം വരും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടും ശക്തിയോടും മേഘത്തിൽ വന്നാൽ, എന്റെ ചോദ്യം, ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമോ? എനിക്ക് പോകാൻ കഴിയുമോ? ഒരിക്കൽ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. കേൾക്കുന്നുണ്ടോ? ഇനി യേശു ഈ ഭൂമിയിൽ മടങ്ങി വരുന്നത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാനല്ല, പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച വിശുദ്ധനെ ചേർക്കാനാണ്. ഒരിക്കൽ അവൻ ദൈവ കുഞ്ഞാടായി ഭൂമിയിൽ വന്നു. ഇനി അവൻ മടങ്ങി വരുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ഒരിക്കൽ പാപം പരിഹരിക്കാൻ ഈ ഭൂമിയിൽ വന്നു.
എന്നാൽ ഇനി പാപം പരിഹരിക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ അവൻ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു, ഇനി അവൻ ന്യായം വിധിപ്പാൻ ഭൂമിയിൽ വരികയാണ്. ഒരിക്കൽ അവൻ മുൾക്കിരീടധാരിയായി ഭൂമിയിൽ നിന്നു, എന്നാൽ താമസം വിന അവൻ പൊൻകിരീടധാരിയായി ഈ ഭൂമിയെ വാഴാൻ വരികയാണ്. ഒരിക്കൽ അവൻ ദാസനായി ഭൂമിയിൽ വന്നു, എന്നാൽ ഇനി അവൻ രാജാവായി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. ഒരിക്കൽ അവൻ കോലിനാൽ അടിക്കപ്പെട്ടു, ഇനി അവൻ ഇരുമ്പ് ദണ്ഡിനാൽ ഭൂമിയെ ന്യായം വിധിക്കുവാൻ കടന്നു വരികയാണ്. ഒരിക്കൽ അവൻ സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമേറി വന്നു, ഇനി അവൻ വെള്ള കുതിരയുടെ മേൽ രാജാവായി ഈ ഭൂമിയെ വാഴാൻ വരികയാണ്. ഒരിക്കൽ അവൻ ക്രൂശിൽ മരിപ്പാൻ ഈ ഭൂമിയിൽ വന്നു, ഇനി അവൻ സിംഹാസനത്തിലിരുന്ന് ഈ രാജ്യത്തെ ഭരിക്കുവാൻ അവൻ വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ അവൻ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ സ്വന്തക്കാർ പോലും അവനെ അംഗീകരിച്ചില്ല. എന്നാൽ ഇനി അവൻ മടങ്ങി വരുമ്പോൾ എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും. അന്ന് ബെത്ലഹേമിൽ വന്നവൻ ഇനി ഒലിവുമലയിൽ വരും. അന്ന് ബെത്ലഹേമിൽ ജനിച്ചവൻ ഇനി ഒലിവുമലയിൽ വരും. അന്ന് അവർ കുത്തിയവനിലേക്ക് നോക്കും, അവന്റെ കൈയും വിലാപ്പുറവും അവനെ കാണിക്കും. അവന്റെ ഭരണവും വാഴ്ചയും ഭൂമിയിൽ ആരംഭിക്കും. ഈ പുസ്തകം എടുത്തു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്ന അനുഭവിച്ചവരും തിരസ്കരണം അനുഭവിച്ചവരും പരിഹാസവും പഴിയും ദൂഷിയും നിന്നയും നാട്ടുകാരുടെ വായിരുന്നത് മുഴുവൻ കേട്ടവരും മാനിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളടിച്ച് ആധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറ. അന്ന് ആ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീരിനെ തുടച്ചു കളയും. Thank you, Lord Jesus. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. But know this, that in the last days terrible times shall come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? 2-ാം വാക്യം പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും. പക്ഷേ ഇവര് എണ്ണുന്നില്ല. ഇവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവരുണ്ടോ എന്ന് അവരും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. സ്വസ്നേഹികൾ, അവനവന്റെ കാര്യം. പണ്ടൊക്കെ ആർക്കെങ്കിലും ഒരാപത്ത് വന്ന് വഴി കിടന്ന ആദ്യം അവനെ എടുത്ത് രക്ഷ ചെയ്യാനുള്ള കാര്യം നോക്കുന്നത്. ഇന്ന് അവിടെ നിന്നുകൊണ്ട് ഇവൻ ലൈവ് വിടും. ഇപ്പോൾ ഒരാൾ റോഡിൽ കിടക്കുകയാണ്, അവന്റെ ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവന് എത്ര ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. സ്വാർത്ഥർ, സ്വസ്നേഹികൾ. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നമുക്ക് നമ്മുടെ കാര്യം. പിള്ളേർക്കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുക, ആരെയും നീ സഹായിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പോകരുത്, നിനക്ക് നിന്റെ കാര്യം. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുന്നു. ദ്രവ്യാഗ്രഹികൾ, പണത്തിന് വേണ്ടി എന്തും ചെയ്തു കളയും. അവരുടെ ടാർഗറ്റ് അതാണ്. വമ്പ് പറയുന്നവർ അന്ത്യകാലത്ത് ഉണ്ടാകുന്ന പറഞ്ഞേ. അഹങ്കാരികൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ, നന്ദി കെട്ടവർ. ഉണ്ടോന്നോ? കൊടുത്ത കൈക്ക് അടി മേടിച്ചവരെല്ലാം ഒരു ഹല്ലേലിയ പറഞ്ഞേ. ആണ്ടോ? എണ്ണം ഉണ്ടെന്നറിയാവോ? നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ. ഒരിക്കലും ഇണങ്ങില്ല. മലപ്പുറത്ത് ഒരു സംഭവം നിങ്ങൾ നടന്നത് വായിച്ചല്ലേ? ഒരു ഉപ്പായും ഉമ്മായും
ഒരു അനാഥ ചെറുക്കനെ എടുത്ത് വളർത്തി, അവനെ നന്നായി പഠിപ്പിച്ച് വളർത്തി. മനോരമയിലൊക്കെ വന്ന വാർത്തയാണ്. അവനെ വളർത്തിയ വീട്ടിൽ നിന്ന് വളർത്തി, ഇവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ നന്നായിട്ട് വളർത്തി പഠിപ്പിച്ച് അവനെ വലിയൊരു ചെറുക്കനാക്കി. 10-24 വയസ്സായപ്പോൾ ഒരു ദിവസം ദോശ ചുട്ടോണ്ടിരുന്നപ്പോൾ ഈ ഉമ്മായും ഉപ്പായും ദോശ കഴിച്ചോണ്ടിരുന്ന് ഇവനും കഴിച്ചോണ്ടിരുന്നിട്ട് ദോശ തിന്നതും ദോശക്കല്ലെടുത്ത ഉമ്മായുടെ ഉപ്പാടെയും തലയിലടിച്ചവൻ കൊന്നു. പത്രത്തിലൊക്കെ വന്നാണ്. ജന്മം കൊടുത്ത കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്നു. ഇണങ്ങാത്തവർ, നന്ദി കെട്ടവർ, ദൂഷകന്മാർ, ഇണങ്ങാത്തവർ, വിധേയപ്പെടില്ല, ആർക്കും ഒരു വഴങ്ങിക്കൊടുക്കില്ല. വർദ്ധിച്ചു വരികയല്ലേ. ഓഫീസൊക്കെ നടത്തുന്നവരുടെയൊക്കെ കഷ്ടപ്പാട് ചോദിച്ചാൽ മതി. 11ാമത്തെ കാര്യമുണ്ടോ? ഏഷണിക്കാർ. നിങ്ങളുടെ ചിരി കാണുമ്പോൾ അറിയാലോ ഉണ്ടെന്ന്. ഏഷണിക്കാർ, അജേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ. ഇതൊക്കെ വർദ്ധിക്കല്ലേ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായവർ. ഇനി ഈ 19 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 19ാമത്തെ കാര്യം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. പുറമേ നോക്കിയാൽ അവർക്ക് ഭയങ്കര ഭക്തിയുടെ വേഷമാണ്, കൃത്യമായ ഭക്തിയുടെ വേഷം. അങ്ങനെ വേഷമുണ്ട്, പക്ഷെ ശക്തിയില്ല. വാഗൊണ്ട് പറയാമോ? ശബ്ദമല്ല നമുക്ക് വേണ്ടത്, ശക്തിയാണ്. നമുക്ക് നല്ല ശബ്ദമാണ്, നമ്മുടെ ശബ്ദം കൊണ്ട് നാട്ടുകാർക്ക് സഹിക്കാൻ മേലെന്നാ പലരും പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ശബ്ദത്തെക്കാൾ അധികം നമ്മളിൽ വെളിപ്പെടേണ്ടത് ശക്തിയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാകരുത്. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞേ. ഇനി കേട്ടോ, ഇനി ഒരു കാര്യം കൂടെ അടിവര കേട്ടോ. എൻ ടൈമിൽ, അന്ത്യകാലത്ത് ഉള്ളൊരു പ്രശ്നമാണ്. 2 തിമോത്തി 3:12. 2 തിമോത്തി 3:12 പറയുന്നു, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി പോകുന്ന ഒരുത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകുകയില്ല. ആരും മിണ്ടുന്നില്ലല്ലോ ഇതിനകത്ത്. കൂട്ടത്തിൽ പാടി, വെള്ളത്തിലും പൂട്ടി, അവിടെ ചെല്ലുമ്പോൾ അതും പറഞ്ഞ്, ഇവിടെ ചെല്ലുമ്പോൾ ഇതും വെച്ച്, പുള്ളിയെ കാണുമ്പം പ്രൈസ് ദി ലോർഡ്, ഈ പുള്ളിയെ കാണുമ്പോൾ ഇതും പറഞ്ഞ് കൃത്യമായിട്ട് അവനെ സുഖിപ്പിച്ച് ഇവനെ സന്തോഷിപ്പിച്ച് ഒരു പരുവത്തിന് പോയാൽ ഒരു ഉപദ്രവവും ഇല്ല. നീ തന്നെ ഒരു ഉപദ്രവമാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ഈ സത്യവചനം അനുസരിച്ച്, ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവനെ എല്ലാം ഒരു വഴിയിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെങ്കിലും അവനെ ഉപദ്രവിക്കും. ആരും മിണ്ടുന്നില്ല. നേരിട്ട് ഉപദ്രവിക്കാൻ പറ്റുകയില്ലെങ്കിൽ അവനെ ഫേസ്ബുക്കിലൂടെങ്കിലും ഉപദ്രവിച്ചിരിക്കും. ചേർന്ന് രാമേൻ പറയാവോ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ നമ്മൾ രംഗത്ത് നിൽക്കുന്നേ. എന്നാൽ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 പത്രോസ് 3:9-10. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കത്തില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് യേശു വരാൻ വൈകുന്നു? എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് വൈകുന്നു? ഒറ്റ വാക്കേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ യേശു വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. 2000 വരുമെന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞോ? 2000 വരുമെന്ന് ബൈബിൾ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ വരവിന് മുൻപ് ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ സംഭവിക്കുമ്പോ ആ 5 കന്യകമാരെ പോലെ വിളക്കിനോടുകൂടെ എണ്ണയും എടുത്ത് ഒരുങ്ങിയിരിക്കാൻ കർത്താവ് പറഞ്ഞു. മണവാളൻ വന്ന് മുട്ടി വിളിക്കുമ്പോൾ ഉറങ്ങുന്നവരാകരുത്, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാൻ കർത്താവ് പറഞ്ഞു. എന്നാൽ യേശുവിന്റെ വരവ് വൈകുന്ന എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, സ്നാനപ്പെടാൻ തീരുമാനം എടുത്ത ആളുകളുണ്ട്, രക്ഷിക്കപ്പെടാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. അവര് കഴിഞ്ഞ ആഴ്ച പറയുകയാണ്,
യേശു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോ അവർ മാനസാന്തരപ്പെടുന്നതിന് മുൻപ്, അവർ ദൈവകൽപ്പന അനുസരിക്കുന്നതിന് മുൻപ് ഈ കർത്താവ് മടങ്ങി വന്നിരുന്നെങ്കിൽ അവൻ പോകുമായിരുന്നോ? പോകില്ല. കർത്താവിന്റെ വരവ് വൈകുന്നതിന്റെ കാരണം ആരും നശിച്ചു പോകുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നരകമുണ്ടാക്കിയത് മനുഷ്യനെ ഇടാനല്ല, പിശാചിനെയും അവന്റെ ദൂതന്മാരെയും ഇടാൻ വേണ്ടിയിട്ടാണ്. അവൻ നിത്യത ഒരുക്കിയിരിക്കുന്നു, സ്വർഗം ഒരുക്കിയിരിക്കുന്നു. എൻ്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നിന്റെ വീട് ഒരു സ്വർഗമാക്കാൻ. രണ്ട്, സ്വർഗം നിന്റെ വീടാക്കാൻ. നിന്റെ വീട് സ്വർഗമാക്കാനും സ്വർഗം നിന്റെ വീടാക്കാനും യേശു ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ എത്ര പേർക്ക് അവന് വേണ്ടി ഹൃദയത്തെ കൊടുക്കാൻ കഴിയും? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും. നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ബൈബിൾ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഏത് കുടുംബമോ മതമോ ജാതിയോ വർഗമോ ആകട്ടെ, നിങ്ങൾ ഏത് സഭാ വിഭാഗമോ ആകട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ബൈബിൾ നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു യേശുവിന്റെ സന്ദേശം. സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയുവാൻ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു യേശുവിനെ വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാന്റെ മെസ്സേജ്. യേശു കർത്താവിൽ നിന്ന് നിയോഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ദൗത്യങ്ങളുമായി മുന്നേറിയ അപ്പോസ്തലന്മാരുടെ മെസ്സേജ് മറ്റൊന്നല്ലായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ താൻ്റെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. നിങ്ങൾ വലിയ ഭവനമുള്ളയാളായിരിക്കാം, നിങ്ങൾ വലിയ സമ്പത്തും സ്വത്തുമുള്ളയാളായിരിക്കാം, പക്ഷേ ഇന്ന് നീ പ്രാണനെ വിട്ടാൽ നിന്റെ ആത്മാവ് എത്തേണ്ടടുത്ത് എത്തുമോ? കർത്താവിന്റെ സന്നിധിയിൽ നീ കാണുമോ? ഒരു മതവും നിന്നെ രക്ഷിക്കില്ല കേട്ടോ. ഒരു പള്ളിയിൽ അച്ഛനും ഒരു പാസ്റ്ററും നിന്നെ രക്ഷിക്കില്ല. രണ്ടും പറഞ്ഞേക്കാം. ഒരു പള്ളിയിൽ അച്ഛനും ഒരു പാസ്റ്ററും ഒരു വ്യക്തിയും നിന്നെ രക്ഷിക്കില്ല. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത് സഭയല്ല, നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത് സംഘടനയല്ല, നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത് വ്യക്തികളല്ല. നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ജീവനെ നൽകി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന യേശു അത്രേ. ആ കർത്താവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? കുഞ്ഞാടിൻ കല്യാണ നാളിൽ നിങ്ങൾ കാണോ? വിളിക്കപ്പെടാത്തവനും ബന്ധമില്ലാത്തവനും കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. ഇവിടെ തള്ളിക്കേറുന്നത് പോലെ ഷട്ടർ പൊക്കുമ്പോ അവിടെ തള്ളിക്കേറാൻ പറ്റുകയില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. പുസ്തകത്തിൽ പേരുള്ളവന് മാത്രമേ അകത്തോട്ട് കയറാൻ കഴിയുകയുള്ളൂ. വെളിപ്പാട് 20:15 ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? സഭയിൽ പേരുണ്ടോന്നല്ല, സംഘടനയിൽ പേരുണ്ടോന്നല്ല, ക്ലബിൽ പേരുണ്ടോന്നല്ല, എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് പാസ്റ്റർ അല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് പള്ളിയിലച്ഛനല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് തിരുമേനിയോ മതനേതാവോ അല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ജീവനെ തന്നവനാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് ജീവനെ തന്നവനാണ്. അവനുമായി നിനക്ക് ബന്ധമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരോ പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രവും ബൈബിളും ഒന്നിച്ച് പറയാനുള്ള നേരം എൻ്റെ മുമ്പിലില്ല. വലിയൊരു സബ്ജക്റ്റാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ചെറിയൊരു സാധ്യതയല്ല. 2550 വർഷം മുമ്പ് സക്രിയാവ് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പ്രവചിച്ചായിരുന്നു, ജെറുസലേമിനെ ഞാൻ ഇസ്രായേൽ എന്ന
പട്ടണത്തിന്റെ നടുക്കാക്കും, അല്ലെങ്കിൽ യെരൂശലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കിക്കൊണ്ട് മധ്യസ്ഥാനത്ത് കൊണ്ടുവരും, ക്യാപിറ്റലാക്കും. കണ്ടോ, ഇത് സാധ്യമായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് താൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രൊഫസി ഫുൾഫിൽ ആയത്. ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി തീർന്നത്. ഞാനും നിങ്ങളും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് 2550 വർഷം മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനം ഫുൾഫിൽ ആയത്. 2, അറബ് ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യതയെക്കുറിച്ച് നാം കേട്ടു. അവിടെ ഇന്ന് യുദ്ധം ഉണ്ടെങ്കിലും ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കറിയാം, നേരത്തെ ഞങ്ങൾ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഒരൊറ്റ ഖത്തർ എയർവൈസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഇങ്ങനെയുള്ള ഒരു കുവൈറ്റ് എയർവൈസ്, ഇങ്ങനെയുള്ള ഒരു വിമാനങ്ങളും ടെൽ അവീവിൽ ഇസ്രായേലിൽ ഇറങ്ങത്തില്ല. ഖത്തറിന്റെ മുകളിലൂടെ പോലും പറക്കാൻ അനുവാദമില്ല ഇസ്രായേൽ വിമാനങ്ങൾക്ക്. എന്നാൽ ഇന്ന് ഖത്തർ എയർവൈസും എമിറേറ്റ്സും ഇത്തിഹാദും മുഴുവൻ അറബ് ഫ്ലൈറ്റുകളും ടെൽ അവീവിൽ ലാൻഡ് ചെയ്യുന്നു. അറബ് ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിൽ ഐക്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വീണ്ടും കലാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും കഴിഞ്ഞ 3 കൊല്ലങ്ങൾ അവർ വലിയ ഐക്യതയിൽ കടന്നുപോയി. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച സംഭവമാണ്. ഇങ്ങനെ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്നെങ്കിൽ ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. റോമർ 13, 11, 12, 13. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച, നാം ചിന്തിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. നാം വിശ്വസിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ രക്ഷകൻ വാതിക്കൽ വന്നിരിക്കുന്നു. നാം ചിന്തിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നു. ഇനി അധികം കാലമില്ല, ഇനി അധികം നാളില്ല. പ്രിയ ദൈവമക്കളെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. നിനക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരവസരം തരികയാണ്. അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല, കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കൈവിടപ്പെട്ടു പോയാൽ ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ബസ് പോയാൽ നിനക്ക് അടുത്ത ബസ് കിട്ടും. ഒരു ഫ്ലൈറ്റ് പോയാൽ നിനക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടും. ഒരു ട്രെയിൻ പോയാൽ കുറെ മണിക്കൂർ കഴിയുമ്പോൾ നിനക്കടുത്ത ട്രെയിൻ കിട്ടും. പക്ഷേ കർത്താവിന്റെ വരവിൽ നീ കൈവിടപ്പെട്ടു പോയാൽ നിനക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. തിരിച്ചറിയുന്ന എത്ര പേര്? നിനക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കും. മനുഷ്യനെ നോക്കി, സംഘടനയെ നോക്കി, മേലോട്ട് വലിക്കുന്ന ശ്വാസം കീഴോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ കാറ്റുപോയി എന്ന് പറയുന്ന മനുഷ്യനെ ഭയന്ന് നിന്റെ നിത്യത നീ കളയരുത്, നിന്റെ നിത്യജീവൻ നീ കളയരുത്. സാഹചര്യങ്ങളെ നോക്കി നിന്റെ നിത്യത നീ കളയരുത്. ദൈവത്തിലേക്ക് തിരിയുക. കണ്ണുകളടയ്ക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരാൻ നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ സമയത്തെ അറിയാത്തത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ചിന്തിച്ച, വിശ്വസിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ രക്ഷ വാതിക്കലെത്തിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വരവിനായി തയ്യാറെടുത്തിരിക്കുന്നു. ലോകം അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സംവിധാനങ്ങൾ മുഴുവൻ അതിനായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമി ദൈവപുത്രന്റെ പാദസ്പർശമേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
ചോദ്യം, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? ഭൂമി ഒരുങ്ങിയിരിക്കുന്നു, സ്വർഗം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എൻ്റെ ആത്മമണവാളനെ സ്വീകരിക്കുവാൻ? യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിൽ എന്നെ കഴുകണം. എൻ്റെ ജീവിതത്തെ അവിടുന്ന് രക്ഷിക്കണം, രൂപാന്തരപ്പെടുത്തണം. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കും. അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഉണ്ട്, എൻ്റെ പക്കലുണ്ട്. കൈകൾ ഉയർത്തി പറയാമോ? ആമീൻ കർത്താവേ, വേഗം വരണമേ. ആമീൻ കർത്താവേ, വേഗം വരണമേ. അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും അന്നത്തെ കാലത്ത് പിരിഞ്ഞത് മാറാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് വരുന്നു. ജീസസ് ഈസ് കമ്മിങ് വെരി സൂൺ. പീഡകളോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ എന്തുമാകട്ടെ, ഞാൻ സത്യസഭയ്ക്ക് വേണ്ടി നിൽക്കും. ഞാൻ സത്യസഭയ്ക്ക് വേണ്ടി നിൽക്കും. കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരികയാണ്, മടങ്ങി വരികയാണ്. ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്താമോ? ആ ക്രൂശിലേക്ക് കണ്ണുകളെ ഉയർത്താമോ? ഉപദ്രവങ്ങൾ വന്നാലും നിന്ദകൾ വന്നാലും എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും എന്തെല്ലാം വിടേണ്ടി വന്നാലും ഞാൻ യാത്ര ചെയ്യും കർത്താവേ. ആ മുഖത്തെ നോക്കി യാത്ര ചെയ്യും കർത്താവേ. ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കണി ആത്മാവിനാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നിടാം അന്യരം നെണ്ണി ഈ ലോകമതി. യാത്ര ചെയ്യും തീരുമാനമുള്ളവർ
അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും ജീവൻ വച്ചിടും രക്ഷകൻ അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. മഹത്വനാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാൻ നിന്നാത്മാവിനാ യാത്ര ചെയ്യും. ശബ്ദമുയരട്ടെ. നിങ്ങളുടെ ശബ്ദം കരങ്ങളെ ഉയർത്തി യൂത്ത് എത്രത്തോളം ശബ്ദത്തിൽ ഉറക്കെ ജീവൻ വെച്ചിടും. ജീവൻ ആ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോ യേശുവേ, എല്ലാറ്റിലും അധികമായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ അവിടുന്ന് വിടുവിക്കണമേ. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം